കൊണാർക്ക് സൂര്യക്ഷേത്രത്തിൽ നിന്നും പിന്നീട് പോയത് ലിംഗരാജ ക്ഷേത്രത്തിലേക്കാണ്. അപ്പം അവിടുത്തെ വിശേഷങ്ങൾ കേൾക്കാം. ഭുവനേശ്വറിലെ അതിപുരാതനവും പ്രസിദ്ധവുമായ ലിംഗരാജ ക്ഷേത്രം 11-ാം നൂറ്റാണ്ടിൽ സോമവംശി രാജവംശത്തിലെ യയാതി കേസരി രാജാവാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. എന്നാൽ ഇതിൻ്റെ ചില ഭാഗങ്ങൾക്ക് 6-ാം നൂറ്റാണ്ടോളം പഴക്കമുണ്ടെന്ന് പറയുന്നു. ശിവനെ ലിംഗരാജൻ, ലിംഗങ്ങളുടെ രാജാവായി ഇവിടെ ആരാധിക്കുന്നുണ്ട്. കൂടാതെ ശിവനും വിഷ്ണുവും ഒന്നുചേർന്ന് ഹരിഹര സങ്കല്പത്തിലാണ് ഇവിടെ ആരാധന എന്നത് വലിയൊരു പ്രത്യേകതയാണ്. ഇവിടുത്തെ ശിവലിംഗം മനുഷ്യ നിർമ്മിതമല്ലെന്നും ഭൂമിയിൽ നിന്ന് സ്വയം ഉയർന്നു വന്നതാണെന്നും വിശ്വസിക്കപ്പെടുന്നു. എന്ന് കഴിഞ്ഞാൽ സ്വയംഭൂവായിട്ട്. കലിംഗ ശൈലിയിലെ ഒഡീഷയിലെ തനതായ കലിംഗ വാസ്തുവിദ്യ ശൈലിയുടെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഈ ക്ഷേത്രം. ഗോപുരത്തിന് ഏകദേശം 180 അടി ഉയരമുണ്ടെന്നും പറയുന്നുണ്ട്. പ്രധാനമായിട്ടും 4 ഭാഗങ്ങളാണ് ക്ഷേത്രത്തിനുള്ളത്. ഗർഭഗൃഹം, ജഗന്മോഹന, അതുപോലെ നടമന്ദിരം, നൃത്തത്തിൻ്റെ ഹാള്, പിന്നെ ഭോഗമണ്ഡപം. വിശാലമായ കെട്ടിനുള്ളിൽ ലിംഗരാജ ക്ഷേത്രത്തെ കൂടാതെ 150ഓളം ചെറിയ ക്ഷേത്രങ്ങളും വേറെയും ഉണ്ട്. ഈ ക്ഷേത്രത്തിനുള്ളിൽ നമുക്ക് ഹിന്ദുക്കൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ എന്നും പറയുന്നുണ്ട്. ഇവിടെ ശിവരാത്രിക്കും ഏറ്റവും കൂടുതൽ പ്രാധാന്യം. അതേപോലെ ഒഡീഷയുടെ തലസ്ഥാനമായ ഭുവനേശ്വറിലെ ഓൾഡ് ടൗൺ ഭാഗത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ വിമാനത്താവളത്തിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ ദൂരമേ ഇവിടേക്കുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ലിംഗരാജ ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ.